നമസ്കാരം. വ്യാഴമാറ്റത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഉത്രാടം നാള് 2 ഭാഗമാണ്. അതിൽ ധനുക്കൂറിലെ ഉത്രാടംകാർക്ക് വ്യാഴം വരുന്നത് 8 മകരക്കൂറിലെ ഉത്രാടംകാർക്ക് വ്യാഴം വരുന്നത് 7 വളരെ വ്യത്യാസം ഇവ തമ്മിലുണ്ട്. ഇവിടെ വ്യാഴം ഉച്ചക്ഷേത്രമായ കർക്കടകത്തിലോട്ട് വരുന്നതിനാൽ പൊതുവെ 2 കൂട്ടർക്കും ഗുണമുണ്ടാകും എന്ന് പറയാം. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി ലഭിക്കുന്നതാണ്. നിങ്ങൾ മനസ്സിൽ സ്വപ്നം കണ്ടിരുന്ന നല്ല അവസരം നിങ്ങൾക്ക് കിട്ടും. അതുവഴി വളരെ പ്രയോജനമുണ്ടാകും. കച്ചവടങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ നേട്ടങ്ങളുണ്ടാകും. നിങ്ങളുടെ കച്ചവടം വിപുലീകരിക്കാൻ കഴിയും. ബിസിനസിന്റെ അളവ് കൂടും. സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കും. ലാഭവർധനമുണ്ടാകും. എല്ലാ രീതിയിലും ഉയർച്ചയും പുരോഗതിയും ലഭിക്കും. വിവിധ മേഖലകളിലായിട്ട് സ്വന്തമായിട്ട് പല തൊഴിലുകളും ചെയ്യുന്നവർക്കൊക്കെ പുരോഗതി ഉണ്ടാകും. അവനവൻ്റെ കർമ്മരംഗത്തെപ്പറ്റി ശരിക്കും പഠിച്ച് പരിശ്രമിച്ചാൽ ഗുണമുണ്ടാവുക തന്നെ ചെയ്യും. ധനപരമായ ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തേണ്ടത് ആവശ്യമാണ്. അല്ലാത്ത പക്ഷം നഷ്ടങ്ങൾ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ലതുപോലെ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വിചാരിക്കുന്ന ഒരു പ്രയോജനം ഉണ്ടായെന്ന് വരില്ല. മറ്റ് വിവിധ മേഖലകളിൽ കലാകായിക രംഗങ്ങളിൽ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് കുറേയൊക്കെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ, പുരോഗതി, അഭിവൃദ്ധി, ജീവിതത്തിൽ സന്തോഷം ഇതെല്ലാം വന്നു ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം ഉണ്ടാകുന്നതാണ്. യാത്രാക്ലേശവും അലച്ചിലുമൊക്കെ ഇടയ്ക്ക് വന്നേക്കാം. അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയും. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമാകും. ജീവിതത്തിൽ വളരെ ശ്രദ്ധാപൂർവം പരിശ്രമിക്കേണ്ട സമയമാണ്. ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സിന് പിരിമുറുക്കം, ടെൻഷൻ ഇവ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.